എന്താ നീ ഇങ്ങടുത്തിരുന്നേ. ശോഭേ, ഞാനിപ്പോ ഒരു ദുസ്വപ്നം കണ്ടു. എന്ത് സ്വപ്ന കണ്ടേ? നീ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോണത്. വേണ്ടാത്ത ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടില്ലേ പൊട്ട സ്വപ്നങ്ങളൊക്കെ കാണണേ? വെളുപ്പാങ്കാലത്താണ് ഞാൻ ഈ സ്വപ്നം കാണുന്നത്. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം പരിക്കുന്ന. എന്റെ ഏട്ടാ, നിങ്ങളെ വിട്ട് ഞാൻ എവിടെയും പോയില്ല. ഏട്ടന്റെ സ്വത്തല്ലേ ഞാൻ. ഭംഗിയുള്ള പെണ്ണെ കെട്ടിയ എല്ലാ ഭർത്താക്കന്മാർക്കും ഉണ്ടാവും ഇങ്ങനെ ഒരു പേടി. സംസാരിച്ചിരിക്കാനേ നേരമില്ല. അടുക്കളയില് പണിയുണ്ട്. സമയം വൈകി. ഏട്ടൻ എന്ന് പണിക്ക് പോണില്ലേ? ഏട്ടാ, ചായ എടുക്കട്ടെ? ചേട്ടാ, ചായ. ഏട്ടാ, ഒന്ന് വാ. ശരി, പോട്ടെ. ആ, പണിക്ക് നേരത്തിന് എത്തോ? ഒന്നങ്ങോട്ട് നീക്കിറാ, ഒന്നാലല്ലേ വല്ലതും കിട്ടുള്ളോ? അല്ലടാ, വല്ലതും കിട്ടണ്ട? എന്തെങ്കിലും കിട്ടണ്ട? വല്ല കൊത്തങ്ങനെ ഉണ്ടാ? ഒന്നുമില്ലാന്നേ, കൊത്തിയാലല്ലേ വല്ലതും കിട്ടുള്ളോ? ആ, ശരിയാണ്. ഗോപാലേട്ടൻ വരില്ലേ? എല്ലാവരും ഉണ്ടല്ലോ. ഗോപാലേട്ടന്റെ ഭാര്യക്ക് 12,000 രൂപയുടെ ഫോണൊക്കെ മേടിച്ചു കൊടുത്തു പറഞ്ഞു കേട്ടല്ലോ. കേട്ടു കേട്ടു. ആ നമ്പർ ഒന്ന് തെറ്റാക്കണല്ലോ. എന്തിനാ നിനക്ക് മോനെ? 2 അടിച്ചിരിക്കുമ്പോഴേ ഒന്ന് കുറുങ്ങാനാ. വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണല്ലോ അത്. നിങ്ങൾ വെറുതെ അനാവശ്യങ്ങൾ പറഞ്ഞു വരത്തല്ലേ? നിങ്ങക്ക് വേർപ്പാണെന്നില്ല. ആ, ധാരത് ഗോപാലേട്ടനാ. ചേച്ചിനെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടല്ലോ. ഒരു ഊക്കിലും കാണില്ല ഷവികളെ. അത് നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ നോക്കിയാൽ മതി. തെണ്ടികളെ. പാവം, അയാളൊന്നും അറിയില്ലല്ലോ. കൊള്ളാലോ. അശു, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലാന്ന് വെച്ചാ നിങ്ങളിങ്ങനെ ഒരു പണിക്കും പോകാതെ ഫോണും കുത്തിപ്പിടിച്ചിരുന്നോ 24 മണിക്കൂർ? അടുക്കളയിൽ ഒരു സാധനം ഇല്ല. ഈ കുട്ടികളെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ മനുഷ്യ? ഇങ്ങനെ ഒരു സാധനം. അച്ഛനും അമ്മയൊക്കെ പണിക്ക് പോണ്ട്, പിന്നെന്തിനാ നമ്മളൊക്കെ പണിക്ക് പോണത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഏത് നേരത്താണോ ഇയാളുടെ കൂടെ ഇറങ്ങി പോരാൻ തോന്നിയത്? എന്റെ ദൈവമേ, കൂലിപ്പണിക്ക് പോയാലേ 800 നൊട്ട കിട്ടുക, മനസ്സിലായ? കാലത്ത് 8 മണി തൊട്ട് 5 മണി വരെ പട്ടിയെ പോലെ പണിയെടുക്കണം, മനസ്സിലായ? അത് ശരിയാ. നിങ്ങൾക്ക് മേലെങ്കിൽ പണിയെടുക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് വയർപ്പിന്റെ അസുഖം ഉണ്ടല്ലോ, അതല്ലേ? നിനക്കറിയില്ല ഈ രതീഷ് കുമാറിനെ. നാളെ ലോകം അറിയപ്പെടാൻ പോകുന്ന ഒരു കലാകാരനടി, പൂച്ചിക്കണ്ടേ? കേട്ടുണ്ട് കൊറേ. അത് മാത്രല്ല, ദിവസവേ ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന പരിപാടി പ്ലാൻ ചെയ്തിട്ടിരിക്കണേ ഞാനും എന്റെ കൂട്ടുകാരും. ഓ, ഇങ്ങടെ ഒരു പ്ലാൻ ചെയ്യില്ലേ? ഈ പ്ലാനൊന്നും കലത്തിലിട്ട് പുഴുങ്ങി തിന്നാ വിശപ്പ് മാറില്ല. നിന്റെ ഈ ഭർത്താവിനെ നിനക്ക് ശരിക്കും അറിയില്ല മോളെ. നാണില്ലല്ലോ ഈ വയസ്സായ അച്ഛനും അമ്മേനും പണിക്ക് പറഞ്ഞു വെച്ചിട്ട് 24 മണിക്കൂർ വെട്ടി വിഴുങ്ങി ഇവിടെ ഇരിക്കാൻ. ചാണകം മൂത്രം മുതൽ കമ്പ്യൂട്ടർ വരെ ഓൺലൈൻ ബിസിനസ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം, മനസ്സിലായ? അവസാനം ചാണം മൂത്രം കുഴച്ചിരുന്ന് തിന്നണ്ടി വരും. ഹലോ, എന്റെ വിധി. ഗോപാലേട്ട, എന്തെങ്കിലും വിശേഷം? സുഖല്ലേ? പണിയൊക്കെ ഉണ്ടായിരുന്നോ? ഫോണൊക്കെ മേടിച്ചു കൊടുത്തല്ലോ. അമ്മറൊക്കെ സെറ്റ് ആക്കണല്ലോ. ഹലോ.
വെച്ചോ, ചേട്ടൻ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാട്ടോ. ശരി ശരി, ഓക്കെ ഓക്കെ. ഏട്ടൻ നേരത്തെ ആണല്ലോ. പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാ? ആ വാ. ആ നല്ല ക്ഷീണമുണ്ട്, നീ വെള്ളം ചൂടാക്കി. ആ ഏട്ടാ. ശോഭേ, ചോറെടുത്തോ ചെറിയ. ആ പണി കഴിഞ്ഞു വരുന്ന സമയത്ത് നീ ആരോടാ ഫോണിൽ സംസാരിച്ചു വിടുന്നേ? അതെന്റെ ഒരു കൂട്ടുകാരിയായിരുന്നു. നാട്ടിലെ ചെറുപ്പക്കാർക്കിടയില് ഞാനിപ്പോ ഒരു പരിഹാസ കഥാപാത്രമാണ്. ഭാര്യ അത്രമാത്രം സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന എന്നെ നീ ചതിക്കില്ലല്ലോ. എന്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ വിശ്വസിക്കേ. ഈ ആയുസ് മുഴുവൻ ചേട്ടന്റെ കൂടെ ഉണ്ടാവും ഞാൻ. എനിക്ക് നിന്നെ വിശ്വാസമൊക്കെ തന്നെയാ. പക്ഷേ ഫോണിലൂടെ പരിചയപ്പെട്ട് 50-കാരി 20-കാരൻ്റെ കൂടെ ഓടിച്ചോടി പോയി എന്നൊക്കെ കേൾക്കുമ്പോഴാ എൻ്റെ മനസ്സിലൊരു പെടവെടപ്പ്. 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായെന്ന് വെച്ച് ആരും ഭാര്യമാർക്ക് മൊബൈൽ വാങ്ങി ഓടിക്കാണ്ടിരിക്കുക. ഏട്ടൻ വന്നേ, കൈ കഴുകി കെടുക്കാൻ നോക്ക്. ഓരോരോ ആലോചനകളേ. ചേട്ടൻ ഉറങ്ങിക്കോ, ഇന്ന് സ്കൂൾ ഗ്രൂപ്പിന്റെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. എന്റെ പൊന്നല്ലേ, ഞാൻ വിളിച്ചോളാം. നല്ല ക്ഷീണമുണ്ട്, ഞാൻ ചിലപ്പോ ഉറക്കത്തിൽ പെട്ടു. നീ വിളിച്ചേക്കണേ. ചതിച്ചൂലടി നീ. ദിനീഷല്ലേ, ഒന്നിതുവരെ വൈകി മതിയാവും. ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഗോപാലന. ഓക്കെ. എല്ലാരും ഉണ്ടല്ലോ. വല്ല പുതിയ അരനൂലും കിട്ടിയാ? നമ്മളെ ഗോപാലേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ, വീട്ടിലെന്തോ പ്രശ്നം നടക്കണ്ടെന്ന് പറഞ്ഞിട്ട്. നിന്നെ ഞാനിന്ന് ഞാൻ പോയില്ല. വീട് കയറേ, ഉള്ളി കയറാൻ. എന്തൊക്കെ പറഞ്ഞിട്ടാ അത്ര വലിയ പ്രശ്നം? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആരാ? എന്താ എന്താ ഇവിടെ? എടാ പരമദ്രോഹി, നിനക്ക് ഒരു പക്ഷെ എന്നെ അറിയില്ലെന്ന് പറയാം, പക്ഷെ വണ്ടിയിലിരിക്കുന്നവളെ അറിയില്ലെന്ന് പറയടാ. ചേട്ടേ, ചേട്ടാ, നിങ്ങക്ക് വീട് മാറിപ്പോയതായിരിക്കും. കാര്യം എന്താന്ന് പറ. ഇവൻ ഇവിടെ നിങ്ങളുടെ ഭർത്താവായിരിക്കാം, പക്ഷേ രാത്രിയിൽ ഇവൻ പല പെണ്ണുങ്ങളുടെ ഭർത്താവാ. കാലമാടാ, എന്നെ എന്റെ മക്കളെ ചതിക്കായിരുന്നല്ലോ നിങ്ങള്. ഇതിലും ഭേദം കൊല്ലായിരുന്നില്ലേ? എന്തിനാ അങ്ങനെ ചതിച്ചത്? ഞാനൊന്നും അങ്ങനെ ചെയ്യില്ല, നിനക്ക് അറിഞ്ഞൂടെ? ഇത് പിന്നെ ആരാ? എന്റെ ഭർത്താവ് ഈ പരമ നാറി എന്റെ ഭാര്യക്ക് അയച്ചിരുന്ന മെസ്സേജ് ആയിട്ടൊക്കെ നോക്ക്. അവന്റെ നിപ്പ് കണ്ടില്ലേ?
ഇതുപോലെയുള്ള മെസ്സേജുകൾ കണ്ട് സ്നേഹം വേണ്ടുവോളം വാരിക്കോരി തന്ന എന്റെ അച്ഛനെയും അമ്മേനെയും സഹോദരങ്ങളെ വിട്ടിട്ട് എല്ലാം വേണ്ടെന്ന് വെച്ച് ഇറങ്ങി പോന്നവളായിരുന്നു ഞാൻ. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഇറങ്ങി വാടി ഇവിടെ അസത്ത്. ഏതൊരാണിനെയും പോലെ ഞാനും ആഗ്രഹിച്ചിരുന്നു നല്ലവളായൊരു പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന്. ഞാൻ താലി കെട്ടിയെന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഉപയോഗിച്ചിരുന്ന മുഴുവൻ ദേ ഇവനാ. ഇവളതേ നിന്റെ കയ്യിൽ നോറ്റു വളർത്തിയ കുരുവിയും പൂടി തേടി പറന്നു പോയോ ക്ഷണികമാം